Good afternoon, students. Today we discuss about another animal cell named connective tissue. Connective tissue are most abundant and widely distributed in the body of complex animals. മനുഷ്യനുൾപ്പെടെയുള്ള അത്തരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ആനിമൽസിൻ്റെ ശരീരത്തിലുടനീളം വളരെ അബൻഡൻ്റ് ആയിട്ടും വൈഡലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ദേ ആർ നെയിംഡ് കണക്റ്റീവ് ടിഷ്യൂ. എന്തുകൊണ്ടാണ് അതിന് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പേര് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ബിക്കോസ് ഓഫ് ദെയർ സ്പെഷ്യൽ ഫങ്ഷൻ. അതിനൊരു പ്രത്യേക ഫങ്ഷനാണുള്ളത് ഓഫ് ലിങ്കിങ് ആൻഡ് സപ്പോർട്ടിങ് അതർ ടിഷ്യൂ ഓർ അതർ ഓർഗൻസ് ഓഫ് ദ ബോഡി. അപ്പോൾ ശരീരത്തിനുള്ള ഉള്ളിലുള്ള മറ്റ് ടിഷ്യൂവിനെയോ അല്ലെങ്കിൽ മറ്റ് ഓർഗൻസിനെയോ ഒന്നുകിൽ ലിങ്ക് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഫങ്ഷനാണ് ഈ കണക്റ്റീവ് ടിഷ്യൂവിനുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ കണക്റ്റീവ് ടിഷ്യൂ എന്നൊരു ആ ലിങ്കിങ് അല്ലെങ്കിൽ ആ സപ്പോർട്ടിങ് കൊടുക്കുന്നത് കൊണ്ടാണ് അതിനെ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പേര് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു റേഞ്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ കാണുന്നുണ്ട്. അത് ആ റേഞ്ച് എന്ന് പറയുന്നത് ഫ്രം സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ടു സ്പെഷ്യലൈസ്ഡ് ടൈപ്സ്. അപ്പോൾ സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ മുതൽ സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ വരെ ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന കാർട്ടിലേജ്, ബോൺ, അഡിപ്പോസ്, ബ്ലഡ് ഇതെല്ലാം കണക്റ്റീവ് ടിഷ്യൂവിന് ഉദാഹരണമാണ്. അത് ഓരോന്നും ഏത് തരത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നതാണെന്നൊക്കെ ഉള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായും കണക്റ്റീവ് ടിഷ്യൂ 3 ടൈപ്പിലാണ് കാണപ്പെടുന്നത്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. അങ്ങനെ 3 തരത്തിലാണ് ഈ കണക്റ്റീവ് ടിഷ്യൂ കാണപ്പെടുന്നത്. ഫസ്റ്റ് നമുക്ക് ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിനെ കുറിച്ച് പഠിക്കാം. ഈ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് അതിലെ സെൽസും ഫൈബേഴ്സും ഒക്കെ ലൂസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും. കണക്റ്റഡ് അല്ല, വളരെ ലൂസായിട്ട് അറേഞ്ച്ഡ് ഇൻ സെമി ഫ്ലൂയിഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. സെമി ഫ്ലൂയിഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസിൽ വളരെ ലൂസായിട്ട് ഫൈബേഴ്സും സെൽസും ആണ് ഇത്തരത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂവിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ ലൂസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും അവിടുത്തെ സെൽസും ഫൈബേഴ്സും. അതിന് ഉദാഹരണമാണ് ഏരിയോളാർ ടിഷ്യൂ എന്ന് പറയുന്നത്. ഏരിയോളാർ ടിഷ്യൂ എന്ന് പറയുന്നത് സാധാരണ കാണപ്പെടുന്നത് ഇറ്റ് പ്രസൻറ്റ് ബിനീത്ത് ദ സ്കിൻ. നമ്മുടെ തൊലിയുടെ അടിഭാഗത്തായിട്ട്, ജസ്റ്റ് അടിഭാഗത്തായിട്ടാണ് ഈ ഏരിയോളാർ ടിഷ്യൂ കാണപ്പെടുന്നത്. ഇറ്റ് കണ്ടെയ്ൻ ഈ ഏരിയോളാർ ടിഷ്യൂവിൽ കാണപ്പെടുന്നതാണ് ഫൈബ്രോപ്ലാസ്റ്റ്, മാക്രോഫേജസ്, മാസ്റ്റ് സെല്ല്. ഫൈബ്രോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഫൈബേഴ്സ് സെക്രീറ്റ് ചെയ്യുന്ന സെൽസിനെയാണ്. സെൽസ് ദാറ്റ് പ്രൊഡ്യൂസ് ആൻഡ് സെക്രീറ്റ് ഫൈബേഴ്സിനെ സെക്രീറ്റ് ചെയ്യുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ടൈപ്പ് സെൽസാണ് ഈ ഫൈബ്രോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. മാക്രോഫേജസ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക തരത്തിലുള്ള സെൽസാണ്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ബാക്ടീരിയ ആൻഡ് അതർ ഹാംഫുൾ ഓർഗാനിസം. അന്യ സാധനങ്ങൾ അല്ലെങ്കിൽ അന്യ വസ്തുക്കൾ ശരീരത്തിലേക്ക് കടക്കുമ്പോൾ, ബാക്ടീരിയ പോലുള്ള വസ്തുക്കൾ ശരീരത്തിലേക്ക് കടക്കുമ്പോൾ അതിനെ ഡിസ്ട്രക്ഷൻ നടത്തുകയോ അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് നടത്തുകയോ അല്ലെങ്കിൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു തരത്തിലുള്ള അങ്ങനെയുള്ള ഫങ്ഷൻ നിർവഹിക്കുന്ന സെല്ലുകളാണ് ഈ മാക്രോഫേജസ് എന്ന് പറയുന്നത്. മാസ്റ്റ് സെല്ലെന്ന് പറയുന്ന ഒരു മൈഗ്രൻ്റ് സെല്ലാണ്. അത് ആ മൈഗ്രൻ്റ് സെല്ലെന്ന് പറയുമ്പോൾ അതിനുള്ളിലെന്ന് പറയുമ്പോഴത്തേക്കിന് ഇറ്റ് കണ്ടെയ്ൻസ് മെനി ഗ്രാന്യൂൾസ് റിച്ച് ഇൻ ഹിസ്റ്റാമിൻ ആൻഡ് ഹെപ്പാരിൻ. അതായത് ഹിസ്റ്റാമിനും ഹെപ്പാരിനും ഒക്കെ അടങ്ങിയ, അതായത് അലർജൻസിനെ തടയുന്ന തരത്തിലുള്ള ഗ്രാന്യൂൾസുകൾ അടങ്ങിയ സെല്ലുകളാണ് മാസ്റ്റ് സെല്ലെന്ന് പറയുന്നത്. ആ മാസ്റ്റ് സെല്ലും ഈ ഏരിയോളാർ ടിഷ്യൂവിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഫൈബ്രോപ്ലാസ്റ്റ്, മാക്രോഫേജസ്, മാസ്റ്റ് സെല്ലിന് പറയുന്ന വേറൊരു പേരാണ് മാസ്റ്റോസൈറ്റ് ഓർ ലാബ്രോസൈറ്റ് എന്നൊരു പേരുണ്ട്. മാസ്റ്റോസൈറ്റ് അല്ലെങ്കിൽ ലാബ്രോസൈറ്റ്. ഈ 3 തരത്തിലുള്ള സെല്ലുകളാണ് ഈ ഏരിയോളാർ ടിഷ്യൂവിൽ കാണപ്പെടുന്നത്. അത് നമ്മുടെ തൊലിയുടെ തൊട്ടടിഭാഗത്താണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തത് അഡിപ്പോസ് ടിഷ്യൂ ആണ്. അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നതും ഒരു ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതും നമ്മുടെ ശരീരത്തിലെ സ്കിന്നിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോർ ഫാറ്റ്.
ഫാറ്റിനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഫാറ്റ് നമുക്ക് ഉപയോഗമില്ല, തൽക്കാലത്തേക്ക് നമുക്കത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ആ ഫാറ്റ് ആവശ്യമുള്ള സമയത്ത് അത് ഉപയോഗിക്കാൻ വേണ്ടി അത് സ്റ്റോർ ചെയ്ത് വെക്കും. ആ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ അഡിപ്പോസ് ടിഷ്യൂവിലാണ്. അപ്പോൾ ഈ അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത് ബിനീത്ത് സ്കിന്നിൻ്റെ തൊട്ട് താഴെയാണ് കാണപ്പെടുന്നത്, തൊട്ടടിയിലായിട്ടാണ് കാണപ്പെടുന്നത്. ഫാറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. എക്സസ് ഓഫ് ന്യൂട്രിയൻസ് വിച്ച് ആർ നോട്ട് യൂസ്ഡ് ഇൻ ഇമ്മീഡിയറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു ഫാറ്റ്. പെട്ടെന്ന് ഫാറ്റിനെ കൺവേർട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യണ്ട എന്നുണ്ടെങ്കിലും ഈ ന്യൂട്രിയൻസിനെയെല്ലാം ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അഡിപ്പോസ് ടിഷ്യൂവിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ 2 ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ്, അതായത് ഏരിയോലാർ ടിഷ്യൂവും അഡിപ്പോസ് ടിഷ്യൂ ആണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിന് ഉദാഹരണങ്ങൾ. ഓക്കെ സ്റ്റുഡൻസ്, ഈ ദെൻ അടുത്ത കണക്റ്റീവ് ടിഷ്യൂ, രണ്ടാമത്തെ കണക്റ്റീവ് ടിഷ്യൂ ആണ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഈ ലൂസ്ലി കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ലൂസ്ലി അറേഞ്ച്ഡ് ആണ് നമ്മുടെ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ സെൽസ് എന്ന് പറയുന്നത്. പക്ഷേ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫൈബേഴ്സ് ആൻഡ് ഫൈബ്രോപ്ലാസ്റ്റ് ആർ കോമ്പാക്ട്ലി പാക്ഡ് ഇൻ ടു ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. വളരെ അടുത്തടുത്തായിരിക്കും ഫൈബേഴ്സും ഫൈബ്രോപ്ലാസ്റ്റും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ ദ ഓറിയൻറ്റേഷൻ ഓഫ് ഫൈബേഴ്സ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2. അതായത് എങ്ങനെയാണ് ഈ ഫൈബേഴ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡെൻസ് റെഗുലർ ടിഷ്യൂവും ഡെൻസ് ഇറഗുലർ ടിഷ്യൂ. അപ്പോൾ ഡെൻസ് റെഗുലർ ടിഷ്യൂ ഉണ്ട്, ഡെൻസ് ഇറഗുലർ ടിഷ്യൂ ഉണ്ട്. അങ്ങനെ 2ആയിട്ടാണ് ഈ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നോക്കിക്കൊള്ളുക. ഇത് ഒരു ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡെൻസ് റെഗുലർ ടിഷ്യൂ ആണ്. ഇവിടെ കൊളാജൻ ഫൈബേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ റോസ് ഇൻ ബിറ്റ്വീൻ മെനി പാരലൽ ബണ്ടിൽസ് ഓഫ് ഫൈബേഴ്സ്. നമുക്ക് കാണാം ഇങ്ങനെ പാരലായിട്ട് പോകുന്ന കുറേ ബണ്ടിൽസ് ഓഫ് ഫൈബേഴ്സ് ഉണ്ട്. അതിനിടയിലാണ്ട് ആ ബ്ലൂ കളറിൽ കാണപ്പെടുന്നില്ലേ, അതാണ് കൊളാജൻ ഫൈബേഴ്സ്. അങ്ങനെ അത് നിരനിരയായിട്ട് ഇങ്ങനെ കാണപ്പെടും. അപ്പോൾ കൊളാജൻ ഫൈബേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ റോസ് ഇൻ ബിറ്റ്വീൻ മെനി പാരലൽ ബണ്ടിൽസ് ഓഫ് ഫൈബേഴ്സ്. അപ്പോൾ പാരലൽ ബണ്ടിൽസ് ഓഫ് ഫൈബേഴ്സിൻ്റെ ഇടയിലായിട്ട് നിരനിരയായിട്ട് കാണപ്പെടുന്ന റെഗുലർ ടിഷ്യൂ ആണ്, അതായത് ഡെൻസ് റെഗുലർ ടിഷ്യൂ ആണ് കൊളാജൻ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ കൊളാജൻ ഫൈബേഴ്സ് എന്ന് പറയുന്ന ആർ പ്രസൻറ്റ് ഇൻ റോസ് ഇൻ ബിറ്റ്വീൻ മെനി പാരലൽ ബണ്ടിൽസ് ഓഫ് ഫൈബേഴ്സ്. അപ്പം മെനി പാരലൽ ബണ്ടിൽസ് ഓഫ് ഫൈബേഴ്സിൻ്റെ ഇടയിലായിട്ട് റോസ് ആയിട്ട് കൊളാജൻ ഫൈബേഴ്സ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഡെൻസ് റെഗുലർ ടിഷ്യൂ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ടെൻഡൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്കെലിറ്റൽ മസിൽസിനെ ബോൺസ് ലിഗമെൻറ്റ്സ് ഇതൊക്കെ ആയിട്ട് ഒന്നുമായിട്ട് അറ്റാച്ച് ചെയ്ത് ചെയ്യുന്നതാണ് ടെൻഡൻസ് എന്ന് പറയുന്നത്. ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ വിച്ച് അറ്റാച്ച് സ്കെലിറ്റൽ മസിൽസ് ടു ബോൺസ് ലിഗമെൻറ്റ്സ്. സ്കെലിറ്റൽ മസിലിനെ ബോൺസിൻ്റെ ലെഗമെൻസുമായിട്ട് ഒന്നിനോട് അറ്റാച്ച് ചെയ്ത് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഓർഗനാണ്, അല്ലെങ്കിൽ ഒരു ഭാഗമാണ് ടെൻഡൻസ് എന്ന് പറയുന്നത്. ആ ടെൻഡൻ ഈ ഡെൻസ് റെഗുലർ ടിഷ്യൂ ആണ്. ടെൻഡൻ്റെ സ്ട്രക്ചർ ഇതാണ്. ആ ടെൻഡനിൽ കൊളാജൻ ഫൈബേഴ്സ് എന്ന് പറയുന്നത് പാരലൽ ബണ്ടിൽസ് ഓഫ് ഫൈബേഴ്സ് ആണ്. കൊളാജൻ ഫൈബേഴ്സ് എന്ന് പറയുന്നത് അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് റോസ് ഇൻ ബിറ്റ്വീൻ മെനി പാരലൽ ബണ്ടിൽസ് ഓഫ് ഫൈബേഴ്സ്. ഉദാഹരണമാണ് ടെൻഡൻസ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത ഈ ഒരു പടം ശ്രദ്ധിച്ചേക്കും. മറ്റേ പടവും ഈ പടവും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കിയാൽ മതി. ഡെൻസ് ഇറഗുലർ ടിഷ്യൂ ആണ്. ഇവിടുത്തെ ഫൈബ്രോപ്ലാസ്റ്റ് ആൻഡ് മെനി ഫൈബേഴ്സ്, അതായത് കൂടുതൽ കൊളാജനും ദാറ്റ് ആർ ഓറിയൻ്റ്ലി ഡിഫറൻ്റ്ലി ആണ്. അതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻറ്റ്. മറ്റേത് പാരലായിട്ടായിരുന്നല്ലോ അറേഞ്ച് ചെയ്തിരുന്നത് ഫൈബ്രോപ്ലാസ്റ്റുകൾ, അല്ലെങ്കിൽ കൊളാജൻ ഫൈബേഴ്സ് എന്ന് പറയുന്ന അറേഞ്ച് ചെയ്തിരിക്കുന്ന പാരലായിട്ട് ഇൻ ബിറ്റ്വീൻ അതിൻ്റെ റോസുകളിലാണ് കാണപ്പെടുന്നത്. ഇവിടെ എന്ന് പറയുന്ന ഓറിയൻറ്റേഷൻ ഇവിടങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത്.
കണ്ടില്ലേ, ആദ്യത്തെ പടം കൊളാജൻ ഫൈബേഴ്സ്, രണ്ടിലും കൊളാജൻ ഫൈബേഴ്സാണ് കാണപ്പെടുന്നത്. ഡെൻസ് റെഗുലറിനകത്തിൽ പാരലൽ ലൈൻസിൻ്റെ പാരലലായിട്ടുള്ള ഫൈബേഴ്സിൻ്റെ അല്ലെങ്കിൽ പാരലൽ റോസിൻ്റെ ഇടയിലായിട്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്കായിട്ട് കൊളാജൻ ഫൈബേഴ്സ് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തിരിക്കും ഡെൻസ് റെഗുലറിൽ. പക്ഷേ ഡെൻസ് ഇറഗുലറിലാകുമ്പോഴത്തേക്കിന് എന്താ കാണപ്പെടുന്നത്? കൊളാജൻ ഫൈബേഴ്സ് എവിടെ കാണപ്പെടുന്നു? കൊളാജൻ ഫൈബേഴ്സ് അവിടങ്ങളിലായിട്ട് ഓറിയൻറ്റേഷൻ നടത്തിയിരിക്കുന്നത്. റെഡ് ലൈൻ ഉള്ളതാണ് കൊളാജൻ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെയും ബ്ലൂ അല്ല, ബ്ലാക്ക് കളറിൽ ഇങ്ങനെ പാരലായിട്ട് പോയേക്കുന്ന ഫൈബേഴ്സിൻ്റെ താഴെ കാണപ്പെടുന്ന ആ ബ്ലാക്ക് ലൈൻസിൽ പോയേക്കുന്നതാണ് കൊളാജൻ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ആ കൊളാജൻ ഫൈബേഴ്സ് എന്ന് പറയുന്നത് ആർ പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ മെനി പാരലൽ ബണ്ടിൽസ് ഓഫ് ഫൈബേഴ്സ്. ഇവിടെ കണ്ട ആ ബ്ലൂ കളറിൽ എന്ന് പറയുന്നത് പാരലൽ ബണ്ടിൽസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതിൻ്റെ ഇടയിൽ ഈ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ പോകുന്ന ആ ലൈൻസാണ് കൊളാജൻ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. പാരലായിട്ട് അത് മറ്റതിൻ്റെ പാരലായിട്ട് അങ്ങ് പോവുക ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ആ റെഡ് ബ്ലാക്ക് എന്ന് പറയുന്നത് അവിടങ്ങളിൽ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ അവിടങ്ങളിലായിട്ടാണ് ഈ കൊളാജൻ ഫൈബേഴ്സ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഡെൻസ് ഇറഗുലർ ടിഷ്യൂ അത് കാണപ്പെടുന്നതും എവിടെയാണ്? നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂ പ്രസൻറ്റ് ഇൻ സ്കിന്നിലാണ് ഈ ഡെൻസ് ഇറഗുലർ ടിഷ്യൂ കാണപ്പെടുന്നത്. മറ്റേത് നമ്മൾ പറഞ്ഞു എവിടെ? മസിൽസിനെയും ബോൺസിൻ്റെ ലിഗമെൻസിനെയും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന ഭാഗമാണ് ടെൻഡൻസിലാണ് എന്ത് കാണപ്പെടുന്നത്? ഡെൻസ് റെഗുലർ ടിഷ്യൂ കാണപ്പെടുന്നത്. ഡെൻസ് ഇറഗുലർ ടിഷ്യൂ കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എവിടെയാണെന്നാണ് പറഞ്ഞത്? ദിസ് ടിഷ്യൂ പ്രസൻറ്റ് ഇൻ സ്കിൻ. ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത കണക്റ്റീവ് ടിഷ്യൂ ആണ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിന് ഉദാഹരണങ്ങളാണ് കാർട്ടിലേജ്, ബോൺസ്, ബ്ലഡ്. കാർട്ടിലേജ്, ബോൺസ്, ബ്ലഡ്, ഇത് മൂന്നുമാണ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിന് ഉദാഹരണം. നോക്കുള്ള സ്റ്റുഡൻസ് ഈ പാഠം ശ്രദ്ധിച്ചാൽ മതി. കാർട്ടിലേജ് സെല്ല് കാണപ്പെടുന്നത് എവിടെയാണെന്നുള്ളതാണ്. അല്ലെ കാർട്ടിലേജ് സെല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ കാർട്ടിലേജ് ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? അപ്പം കാർട്ടിലേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഇൻ്റർസെല്ലുലാർ മെറ്റീരിയൽ ഓഫ് കാർട്ടിലേജ് ഈസ് സോളിഡാണ്, പക്ഷേ പ്ലയബിളാണ്. പ്ലയബിൾ മീൻസ് വഴങ്ങുന്നതാണ്. ആ സോളിഡ് ആണെങ്കിലും ആ കാർട്ടിലേജ് പ്ലയബിളാണ് ആൻഡ് റെസിസ്റ്റ് കംപ്രഷൻ. ബോഡിയിലുണ്ടാകുന്ന കംപ്രഷനെ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടുത്തെ സെല്ലെന്ന് പറയുന്നത് ആ സെല്ലിന് പറയുന്ന പേരാണ് കോൺഡ്രോസൈറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. സെൽസ് ഓഫ് ദിസ് ടിഷ്യൂ കോൺഡ്രോസൈറ്റ്സ് ആണ് ഇവിടുത്തെ ആ സെല്ലിൻ്റെ പേര്. ആ സെൽ ആർ എൻക്ലോസ്ഡ് ഇൻ സ്മോൾ ക്യാവിറ്റീസ് വിത്തിൻ ദ മെട്രിക്സ് സെക്രീറ്റഡ് ബൈ ദം. കണ്ടില്ലേ, ആ ടിഷ്യൂ തന്നെ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന മെട്രിക്സിൻ്റെ ഉള്ളിൽ ചെറിയ ക്യാവിറ്റിക്കുള്ളിലായിട്ടാണ് ഈ കാർട്ടിലേജ് സെൽ അല്ലെങ്കിൽ കോൺഡ്രോസൈറ്റ് കാണപ്പെടുന്നത്. കണ്ടില്ലേ, ഈ ക്യാവിറ്റിയിൽ കാണപ്പെടുന്നതാണ് കാർട്ടിലേജ് അല്ലെങ്കിൽ കോൺഡ്രോസൈറ്റ് സെൽ എന്ന് പറയുന്നത്. ഈ കാർട്ടിലേജ് കാണപ്പെടുന്നത് മോസ്റ്റ് വെർട്ടിബ്രേറ്റിൻ്റെ എംബ്രിയോ ആർ റീപ്ലേസ്ഡ് ബൈ ബോൺസ് ഇൻ അഡൽട്ട്. അതായത് ഈ എംബ്രിയോയുടെ സമയത്തൊക്കെ എന്ന് പറയുന്നത് ഈ കാർട്ടിലേജ് ആയിരിക്കും അവിടെ കാണപ്പെടുന്നത്. അത് പിന്നെ ഡെവലപ്പ് ചെയ്ത് അഡൽട്ടായിട്ട് മാറുമ്പോഴത്തേക്കും ഇത് ബോണായിട്ട് മാറുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ അവിടങ്ങളിലായിട്ട് കാർട്ടിലേജ് ഉണ്ട്. കാർട്ടിലേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സോളിഡ് ആണെങ്കിലും പക്ഷേ വളരെ പ്ലയബിളാണ്, കംപ്രഷനെ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അഡൽട്ട് ആകുമ്പോഴത്തേക്കിന് അതിൻ്റെ ചില കാർട്ടിലേജുകളെല്ലാം ബോൺസ് ആയിട്ട് മാറുകയും ചെയ്യും. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ ഇപ്പോൾ നോസിൻ്റെ ടിപ്പിൽ കാണപ്പെടുന്ന ബോൺ എന്ന് പറയുന്നത് പ്ലയബിൾ അല്ലേ, നമുക്ക് പിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റുന്നുണ്ട്. അത് പിന്നെ പ്ലയബിളാണ്. അത് അവിടുത്തെ ബോൺ എന്ന് പറയുന്നത് അവിടെ കാർട്ടിലേജാണ് കാണപ്പെടുന്നത്. അതുപോലെ നമ്മുടെ ചെവിയുടെ ഔട്ടർ ഇയർ ജോയിൻസിൽ കാണപ്പെടുന്നത്, അതുപോലെ അഡ്ജസൻറ്റ് ബോൺസിൻ്റെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ അഡ്ജസൻറ്റ് ബോൺസുകളിലും ഈ കാർട്ടിലേജ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ ലിംബുകളിൽ, നമ്മുടെ കൈകൾ, പ്രായമായി കുഞ്ഞുങ്ങളിലല്ല പ്രായമായവരിലെ പോലും ലിംബുകളിലും പിന്നെ ഹാൻഡിലും എല്ലാം ഈ ഇത്തരത്തിലുള്ള കാർട്ടിലേജ് മസിൽസ് കാണപ്പെടുന്നു. അതായത് നമുക്കിങ്ങനെ വഴങ്ങുന്ന ടൈപ്പ് ഭാഗത്തുള്ള ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ അവിടെ എല്ലാം എന്ത് കാണപ്പെടുന്നുണ്ടോ ഈ കാർട്ടിലേജ് സെൽ അല്ലെങ്കിൽ കോൺഡ്രോസൈറ്റ്സ് പ്രസൻ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്തതാണ് എന്തെന്ന് പറയുന്നത് ബോണിൻ്റെ പ്രത്യേകത നോക്കിക്കൊള്ളുക. ഇതാണ്
ബോൺസിൻ്റെ ഒരു സ്ട്രക്ചർ പോലെ കാണപ്പെടുന്ന. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോൺ പ്ലയബിളാണ്. എന്ന് വെച്ചാൽ വഴങ്ങത്തില്ല, വളരെ ഹാർഡാണ്, നോൺ പ്ലയബിളാണ്. നോൺ പ്ലയബിൾ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്തിൽ കാൽസ്യവും കൊളാജൻ ഫൈബേഴ്സും വളരെ റിച്ചായിട്ട് കാണപ്പെടുന്നുണ്ട്, വിച്ച് ഗീവ്സ് സ്ട്രെങ്തൻ ടു ബോൺസ്. ബോൺസിന് സ്ട്രെങ്തൻ കൊടുക്കാൻ വേണ്ടിയുള്ള കാൽസ്യവും കൊളാജൻ ഫൈബേഴ്സും വളരെ റിച്ചായിട്ട് ബോൺസിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇതാണ്, അതായത് ഈ ബോൺസ് ആണ് നമ്മുടെ ശരീരത്തിലെ പ്രധാനമായിട്ടും നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ നൽകുന്ന ടിഷ്യൂ ആണ് ഈ ബോൺസ് എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സപ്പോർട്ട്, പ്രൊട്ടക്റ്റ് സോഫ്റ്റർ ടിഷ്യൂ ആൻഡ് ഓർഗൻസ്. നമ്മുടെ ശരീരത്തിലുള്ള സോഫ്റ്റർ ആയിട്ടുള്ള ടിഷ്യൂസിനെയും ഓർഗൻസിനെയും എല്ലാം സപ്പോർട്ട് ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോൺ സെൽസ് ആർ പ്രസൻറ്റ് ഇൻ ദ സ്പേസ്. ഈ ബോൺ സെൽസിൽ ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിന് പറയുന്ന പേരാണ് ലാക്കുണെ. ബോൺ സെൽസിന് പറയുന്ന ഒരു പേര് ഓസ്റ്റിയോസൈറ്റ് ആണ്. ബോൺ സെൽ എന്ന് പറയുന്നത് ഓസ്റ്റിയോസൈറ്റ്. ആ ഓസ്റ്റിയോസൈറ്റുകൾ കാണപ്പെടുന്ന ഒരു സ്പേസിലാണ്, ആ സ്പേസിന് പറയുന്ന പേരാണ് ലാക്കുണെ. മനസ്സിലായല്ലോ. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ലിംബ് ബോൺസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ ബോൺസ് ആണ് ഈ ലിംബ് ബോൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് വെയ്റ്റ് ബിയറിങ് ഫങ്ഷനാണ്. അതായത് ഭാരം താങ്ങാനുള്ള അല്ലെങ്കിൽ ഭാരം വഹിക്കാനുള്ള ഫങ്ഷനാണ് ഈ ലിംബ് ബോൺസ് ചെയ്യുന്നത്. പിന്നെ ഈ ലിംബ് ബോൺസ് ഇൻ്ററാക്ട് വിത്ത് സ്കെലിറ്റൽ മസിൽസ് ടു ബ്രിങ് അബൌട്ട് മൂവ്മെൻറ്റ്. അപ്പോൾ സ്കെലിറ്റൽ മസിൽസുമായിട്ട് ചേർന്നുകൊണ്ട് ഈ ലിംബ് ബോൺസാണ് മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത്. പിന്നെ ചില ബ്ലഡ് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ബോൺസിൽ ബോൺ മാരോയും കാണപ്പെടുന്നുണ്ട്. ബോൺ മാരോ ഇൻ സം ബോൺസ് ഈസ് ദ സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ്. ചില ബോൺസിൻ്റെ ബോൺ മാരോയികളിലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹാർഡാണ്, നോൺ പ്ലയബിളാണ്. അതിനകത്തിൽ ധാരാളം കാൽസ്യവും കൊളാജൻ ഫൈബേഴ്സും കാണപ്പെടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് കൊടുക്കുന്നതിൻ്റെ മെയിൻ ഫങ്ഷൻ നിർവഹിക്കുന്ന ടിഷ്യൂ ആണ് ബോൺ എന്ന് പറയുന്നത്. അതുപോലെ ശരീരത്തിലെ സോഫ്റ്റർ ആയിട്ടുള്ള ടിഷ്യൂസിനെയും ഓർഗൻസിനും ഒക്കെ സപ്പോർട്ട് നൽകുന്നു. പിന്നെ ബോൺ സെൽസിന് പറയുന്ന പേരാണ് ഓസ്റ്റിയോസൈറ്റ്സ്. അത് ഉള്ള സ്ഥലത്തിന് പറയുന്ന പേരാണ് ലാക്കുണെ. പിന്നെ ലിംബ് ബോൺസ് എന്ന് പറയുന്ന ബോൺസിൻ്റെ വേറൊരു ടൈപ്പ് ടിഷ്യൂ ആണ്. അതിലുള്ള ഒരു ടിഷ്യൂ തന്നെയാണ് ലിംബ് ബോൺസ് എന്ന് പറയുന്നത്. എന്താ നിർവഹിക്കുന്നത്? വെയ്റ്റ് ബിയറിങ് ഫങ്ഷനാണ്. അത് നമ്മുടെ സ്കെലിറ്റൽ മസിലുമായിട്ട് ചേർന്നുകൊണ്ട് മൂവ്മെൻറ്റിന് സഹായിക്കുന്നു. പിന്നെ ചില ബോൺസിൻ്റെ ബോൺമാരോകൾ ബ്ലഡ് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, then അടുത്തതാണ് ബ്ലഡ് സെൽസ്. അതായത് ബ്ലഡ് എന്ന് പറയുന്ന മൂന്നാമത്തെ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബാക്കിയുള്ള ടിഷ്യൂവിനെ പോലെയല്ല. ഈ ടിഷ്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിനകത്തിൽ കാണപ്പെടുന്നത് എന്തൊക്കെയാണ് നമുക്കറിയാം. പ്ലാസ്മ, RBC മീൻസ് എന്താ? റെഡ് ബ്ലഡ് കോർപ്പസെൽസ്. WBC എന്ന് പറയുന്ന വൈറ്റ് ബ്ലഡ് കോർപ്പസെൽസ്, ദെൻ പ്ലേറ്റ്ലെറ്റ്സ്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ അറിയാമല്ലോ നമുക്ക്. മെയിൻ സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ്, ഹെൽപ്പ് ടു ട്രാൻസ്പോർട്ടേഷൻ, സർക്കുലേഷനും ട്രാൻസ്പോർട്ടേഷനും സഹായിക്കുക എന്നുള്ളതാണ് ഈ ബ്ലഡ് കണക്റ്റീവ് ടിഷ്യൂ നിർവഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ഓർത്ത് നോക്കുക. നമ്മൾ പഠിച്ചത് ഇന്ന് കണക്റ്റീവ് ടിഷ്യൂ ആണ്. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് 3 തരമുണ്ട്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിന് 2 ടൈപ്പാണ്. ഏതൊക്കെ നമ്മൾ പഠിച്ചത്? ഏരിയോളാർ ടിഷ്യൂവും അഡിപ്പോസ് ടിഷ്യൂവും. ഏരിയോളാർ ടിഷ്യൂവിൽ കാണപ്പെടുന്നതാണ് ഫൈബ്രോപ്ലാസ്റ്റ്, മാക്രോഫേജസ്, മാസ്റ്റ് സെല്ല്. ഫൈബ്രോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഫൈബേഴ്സിനെ സെക്രീറ്റ് ചെയ്യുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. മാക്രോഫേജസ് എന്ന് പറയുന്നത് ഫാഗോസൈറ്റോസിസ് അല്ലെങ്കിൽ ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ബാക്ടീരിയ ആൻഡ് അതർ ഹാംഫുൾ ഓർഗാനിസം. മാസ്റ്റ് സെൽ എന്ന് പറയുന്നത് മൈഗ്രൻ്റ് സെല്ലാണ്. അതിൽ ഹിസ്റ്റാമിനും ഹെപ്പാരിനും കൂടുതൽ അടങ്ങിയിരിക്കുന്നു. അഡിപ്പോസ് ടിഷ്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? ഫാറ്റിനെ സ്റ്റോർ ചെയ്ത് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ വേണ്ടി ന്യൂട്രിയൻസ് കൺവേർട്ട് ചെയ്ത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സ്കിന്നിൻ്റെ തൊട്ടടിയിൽ കാണപ്പെടുന്ന ഒരു ടിഷ്യൂ ആണ് അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത്.
അടുത്ത് നമ്മൾ പഠിച്ചത് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്ന 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡെൻസ് റെഗുലർ ടിഷ്യൂ ഉണ്ട്, ഡെൻസ് ഇറഗുലർ ടിഷ്യൂ ഉണ്ട്. ഡെൻസ് റെഗുലർ ടിഷ്യൂവിന് ഉദാഹരണം നമ്മൾ പഠിച്ചത് ടെൻഡൻ ആണ്. ഡെൻസ് റെഗുലർ ടിഷ്യൂവിന് ഉദാഹരണം പഠിച്ചതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്കിന്നിനടിയിൽ തന്നെ കാണപ്പെടുന്ന ഫൈബ്രോപ്ലാസ്റ്റും ധാരാളം കൊളാജൻ ഫൈബേഴ്സും ഓറിയൻ്റ്ലി എന്ന് വെച്ചാൽ ഡിഫറൻ്റ്ലി ഓറിയൻറ്റഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനാണ് ഡെൻസ് റെഗുലർ ടിഷ്യൂ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് കാർട്ടിലേജും ബോൺസും ബ്ലഡും ആണ്. കാർട്ടിലേജ് എന്ന് പറയുന്നത് അറിയാം നമുക്ക്, നൈസായിട്ടുള്ള നമ്മുടെ നോസിൻ്റെ ടിപ്പിലും ഇയർ ജോയിൻസിലും അഡ്ജസൻറ്റ് ബോൺസ് ഓഫ് വെർട്ടിബ്രൽ കോളത്തിൽ ലെമ്പിൽ ഒക്കെ കാണപ്പെടുന്ന വളരെ പ്ലയബിളായിട്ടുള്ള സോളിഡ് സബ്സ്റ്റൻസ് ആണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. ബോൺസ് എന്ന് പറയുന്നത് ഹാർഡ് ആൻഡ് നോൺ പ്ലയബിൾ ആണ്. കാൽസ്യം കൊളാജൻ ഫൈബേഴ്സും കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഒരു സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് കൊടുക്കുന്നു. പിന്നെ ബോൺ സെല്ലിന് പറയുന്ന പേരാണ് ഓസ്റ്റിയോസൈറ്റ് എന്ന് പറയുന്നത്. കാർട്ടിലേജ് അവിടുത്തെ സെല്ലിന് പറയുന്ന പേരാണ് കോൺട്രോസൈറ്റ്. പിന്നെ നമ്മൾ പഠിച്ചത് ബ്ലഡാണ്. ബ്ലഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. പ്രധാനമായും WBC, പ്ലേറ്റ്ലെറ്റ്, RBC, പ്ലാസ്മ തുടങ്ങിയവയാണ് അതിൽ കാണപ്പെടുന്നത്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താ? സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ് ഹെൽപ്പ് ടു ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ.